ഹലോ, കഥ കേൾക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസം കഥ പറയാൻ പറ്റിയില്ല, തീരെ വയ്യായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ആഴ്ച കഥകൾ ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കഥ നമ്മൾ നോഹയുടെ കഥ കേട്ടായിരുന്നു. നോഹയുടെ കഥയിൽ നമ്മൾ കണ്ട കാര്യം എന്തായിരുന്നു ഓർക്കണ്ടോ? നമ്മൾ നോഹ അപ്പാപ്പൻ്റെ അടുത്ത് ദൈവം ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു. ദൈവം പറഞ്ഞ നിലയ്ക്ക് നോഹ പെട്ടകം പണിതു. പെട്ടകം പണിതിട്ട് അതിൽ നോഹയുടെ വീട്ടിലുള്ളവരെയും അതേപോലെ തന്നെ നോഹയുടെ മക്കളും അവരുടെ കുടുംബവും മറ്റ് ജീവികളിൽ 2 എണ്ണം വീതം വെച്ച് ഓരോ ജീവികളിൽ ആണും പെണ്ണുമായിട്ടുള്ള വെച്ച് ഇത്രയും ആൾക്കാരെ നോഹ അതിൽ കയറ്റി. ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. 5 മാസം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തു. തുടർച്ചയായിട്ട് മഴ പെയ്തത് കൊണ്ട് വെള്ളം കയറി, മലകളും കാര്യങ്ങളും ഒക്കെ മൂടി. ഈ ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ ജീവികളും എല്ലാ മനുഷ്യരും, ഈ ഭൂമിയിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യരും ജീവികളും എല്ലാം നശിച്ച് മരിച്ചുപോയി. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ഈ മഴ പതിയെ കാറ്റടിച്ച് നിർത്തി. അങ്ങനെ മഴ നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇത്രയും 150 ദിവസം മഴ പെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം വെള്ളം ഭൂമിയിൽ കയറിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രമാത്രം വെള്ളം ഭൂമിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. വലിയ മലകളും കുന്നുകളും ഒന്നും കാണാൻ പാടില്ലാത്ത നിലയ്ക്ക് അതിൻ്റെ മുകളിൽ വെള്ളം, മരങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ദൈവം മഴ പെയ്യിച്ച് അത്രയും കാര്യങ്ങളാക്കി. അപ്പോൾ പെട്ടകത്തിനകത്ത് തന്നെ ഇവരെല്ലാം ഇരിക്കണം. ഒരു 5 മാസമായിട്ട് ഇവർ പെട്ടകത്തിൽ തന്നെ ഇരിക്കുന്നത്. അങ്ങനെ പെട്ടകത്തിൽ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മക്കൾക്ക് എത്ര ദിവസം വീട്ടിൽ തന്നെ ഇങ്ങനെ എങ്ങും പോവാണ്ട് ഒരിടത്തും പോവാണ്ട് വീടിനകത്ത് തന്നെ ഇരിക്കാൻ പറ്റും? അപ്പോൾ ആ പെട്ടകത്തിനകത്തുള്ളവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവമാണ് പെട്ടകം വാതിലടച്ച്. അപ്പോൾ അതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റില്ല. പെട്ടകത്തിന് അകത്ത് ജീവികളുണ്ട്, നിറയെ ജീവികളുണ്ട്. കാക്കകളുണ്ട്, മുയലുണ്ട്, മാനുണ്ട്, സിംഹമുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ജീവികളും ആ ഇതിനകത്തുണ്ട്. അങ്ങനെ ആ ജീവികളെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ നോഹയുണ്ട്, നോഹയുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുടെ കുടുംബമുണ്ട്. അങ്ങനെ ഇവരെല്ലാം ഇരുന്ന് കുറേ ആയി. ഇത്രയും ദിവസങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് മഴ മാറിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നോഹയ്ക്ക് ഭൂമിയിൽ വെള്ളം ഇറങ്ങിയോന്ന് അറിയണം. അപ്പോൾ നോഹ എന്നാ ചെയ്തു എന്നറിയാമോ? നോഹ അപ്പൂപ്പൻ വന്നിട്ട് ഈ നമ്മുടെ വീടിനൊക്കെ ജനലുകളില്ലേ, എന്തിനാ ജനലുകൾ? നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ പോലെ പെട്ടകത്തിനകത്തും ഈ നോഹ കിളിവാതിലുകൾ എന്ന് പറയും. ജനലുകൾ പോലെയുള്ളതാണ്, അതിന് പറയുന്നതാണ് കിളിവാതിലുകൾ. അങ്ങനെ കിളിവാതിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കിളിവാതിലുകൾ തുറന്നിട്ട് അതിലൊരു കിളിവാതിൽ തുറന്നിട്ട് അതിൽ ഒരു മലം കാക്കേനെ, അപ്പോൾ അവിടെ കാക്കയുണ്ടല്ലോ, കാക്കേനെ കിളിവാതിലേക്കിടെ പറത്തി വിട്ടു. എന്തിനാ പറത്തി വിട്ട എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ എന്തുണ്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയാണ് നോഹ ആ കിളിവാതിൽ തുറന്ന് വിട്ടത്. നോഹ കിളിവാതിൽ തുറന്ന് വിട്ട കാക്ക പറന്നു പോയിട്ട് എങ്ങും അതിന് ഇരിക്കാൻ സ്ഥലമില്ലാണ്ട് ആ കിളിവാതിലിക്കടെ തന്നെ ആ കാക്ക തിരിച്ചു വന്നു. ഇപ്പം നോഹയ്ക്ക് മനസ്സിലായി മഴ പെയ്തു മാറിയെങ്കിലും വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് നോഹയ്ക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെയും കാത്തിരുന്നു. അങ്ങനെ ഈ മലങ്കാക്ക പോയും വന്നും പലതവണ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നോഹ വീണ്ടും ഒരു പ്രാവിനെ, ആ കൂട്ടത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രാവിനെ ഈ കിളിവാതിലേക്കിടെ പറത്തിവിട്ടു. ഈ പ്രാവ് പോയി ചുറ്റും പുറമൊക്കെ നോക്കിയിട്ട് അതിനെങ്ങും കാല് വെക്കാൻ സ്ഥലമില്ല. കാരണം എല്ലായിടത്തും വെള്ളമാണ്. അങ്ങനെ കാല് വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ആ പ്രാവും പറന്ന് തിരിച്ചു വന്ന് പെട്ടകത്തിൻ്റെ അവിടെ നിന്നപ്പോൾ നോഹ കൈ വെച്ച് അതിനെ പിടിച്ച് പെട്ടകത്തിനകത്താക്കി. അപ്പോഴും നോഹയ്ക്ക് മനസ്സിലായി വെള്ളം ഇറങ്ങിയിട്ടില്ല. അപ്പം മഴ 5 മാസം പെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും 150 ദിവസം, ഏകദേശം വീണ്ടും ഒരു 5 മാസങ്ങൾ ആവാറാവുമ്പോഴാണ് ഈ വെള്ളം പതിയെ ഇറങ്ങി തുടങ്ങുന്നത്. അപ്പം അത്രമാത്രം മഴ അവിടെ പെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ അപ്പൂപ്പൻ വീണ്ടും ഈ പ്രാവിനെ ഒന്നും കൂടെ ആ കിളിവാതിൽ, ആ ജനൽ തുറന്ന് പറത്തി വിട്ടിട്ട് അന്ന് രാവിലെ പോയ പ്രാവ് അന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴാണ് വന്നത്. അതുവരെ ആ പ്രാവ് പോയിട്ട് തിരിച്ചു വന്നില്ല. അത് മാത്രമല്ല, ഈ പ്രാവ് തിരിച്ചു വരുമ്പോൾ പ്രാവിൻ്റെ വായിൽ പ്രാവ് ഒരു പച്ച ഒലിവില കൊണ്ടുവന്നു. പച്ച കളർ ഇലയുണ്ടായിരുന്നു. അപ്പോൾ ഈ പച്ച ഇല കണ്ടപ്പോൾ നോഹയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഇതുവരെ പ്രാവോ കാക്കയോ പോയപ്പോൾ ഇങ്ങനെ ഒരു ഇലയോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ
ഒരു ഇല കൊണ്ടുവന്നു. ആ പച്ച കളർ ഇല, എത്ര മാസങ്ങൾക്ക് ശേഷമാണ് ഒരു പച്ച കളർ ഇല കാണുന്നത്? 10 മാസങ്ങൾക്ക് ശേഷം പച്ച കളറിലുള്ള ഒരു ഇല ആ പ്രാവ് കൊണ്ടുവന്നപ്പോൾ നോഹയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത് മാത്രമല്ല, നോഹയ്ക്ക് മനസ്സിലായി ഭൂമിയിലെ വെള്ളം ഇറങ്ങിത്തുടങ്ങി, മരങ്ങളൊക്കെ പതിയെ കാണാൻ തുടങ്ങി. അതുകൊണ്ടാണ് പ്രാവ് ഇത്രയും നേരം വരാണ്ടിരുന്നതും പ്രാവ് വന്നപ്പോൾ ഒരില കൊണ്ടുവന്നതും. നോഹയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറച്ച് ദിവസം കൂടെ കാത്തു. അങ്ങനെ അപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി ഈ കാര്യങ്ങളൊക്കെ. പിന്നെ നോഹ ഒരു 7 ദിവസം കൂടെ കാത്ത് ഇരുന്നിട്ട്, 7 ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരാഴ്ച കൂടെ കാത്തിരുന്നിട്ട് നോഹ വീണ്ടും ഈ പ്രാവിനെ പറത്തി വിട്ടു കിളിവാതിലിക്കടെ. ആ പോയ പ്രാവ് പിന്നെ നോഹയുടെ അടുത്ത് തിരിച്ചു വന്നില്ല. അപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി വെള്ളമൊക്കെ ഇറങ്ങി, പ്രാവ് തിരിച്ചു വരാത്തതുകൊണ്ട് വെള്ളം ഇറങ്ങി എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ നോഹയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. നോഹയുടെ കുടുംബവും നോഹയുടെ ഭാര്യയും മക്കളും മക്കളുടെ ഭാര്യമാരും എല്ലാവരും പെട്ടകത്തിൽ നിന്ന് ഇറങ്ങണം, ആ ഭൂമിയിൽ സന്തോഷത്തോടെ ഇനി ജീവിക്കണം എന്നുള്ള അരുളപ്പാടൊക്കെ നോഹയ്ക്ക് ദൈവത്തിൻ്റെ അടുത്തു നിന്നുണ്ടായി. അങ്ങനെ അവരെല്ലാവരും ഈ വെള്ളം ഇറങ്ങിയെന്ന് മനസ്സിലാക്കിയിട്ട് ഏകദേശം 10 മാസത്തിനപ്പുറം, 10 മാസത്തിന് മുകളിലായി, അത്രയും കാലങ്ങൾക്ക് ശേഷം ഇവർ ഭൂമിയിലിറങ്ങി. ഇറങ്ങിക്കഴിഞ്ഞ് നോഹ ഉടനെ തന്നെ ഒരു യാഗപീഠം പണിത് ദൈവത്തിന് യാഗം അർപ്പിച്ചു. അതായത് ദൈവത്തിന് നമ്മൾ ഇന്നൊക്കെ ആരാധനയും പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അന്നത്തെ കാലത്ത് അതേപോലെ നോഹ ചെയ്തതാണിത്. അങ്ങനെ നോഹ ഇത് ചെയ്തപ്പോൾ നോഹ ചെയ്തത് ദൈവത്തിന് വളരെ സന്തോഷമായി. അതുകൊണ്ട് ദൈവം ആലോചിച്ചു. എന്താലോചിച്ചു? ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ മനസ്സെപ്പോഴും ബാല്യം മുതലേ അവൻ്റെ മനസ്സെപ്പോഴും തെറ്റായ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യനെയും ജീവജാലങ്ങളെയും ഒരു കാലത്തും ഒരുമിച്ച് മഴ പെയ്ത് പ്രളയം ഉണ്ടാക്കി നശിപ്പിക്കില്ല എന്ന് ദൈവം ചിന്തിച്ചു. ദൈവം ചിന്തിച്ചത് മാത്രമല്ല, ദൈവം അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി. എങ്ങനെ നിയമം ഉണ്ടാക്കി? ഇനി ഒരു കാലത്തും മഴ പെയ്ത് നോഹയുടെ കാലത്തുണ്ടായിരുന്ന പോലെയുള്ള മഴ പെയ്ത് പ്രളയം ഉണ്ടായി വെള്ളം കയറി ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും മനുഷ്യരും മരിക്കുന്ന നിലയിൽ, ചത്തൊടുങ്ങുന്ന നിലയിൽ ഒരു കാലത്തും ഞാൻ ചെയ്യില്ല എന്നുള്ള ദൈവം ഒരു നിയമം വെച്ചു. അങ്ങനെ ദൈവം നിയമം വെച്ചിട്ട് അതിന് ഒരു ഓർമ്മയ്ക്കായിട്ട് ദൈവം ഒരു വില്ല് ആകാശത്ത് വെച്ചു. വില്ലെന്ന് പറയുമ്പോൾ നമ്മൾ മഴവില്ലൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു വില്ല് ദൈവം ആകാശത്ത് വെച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? മഴവില്ലെന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? റെയിൻബോ എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ. ഓരോ തവണ ഈ വില്ല് കാണുമ്പോൾ എന്താണ്? ദൈവം നോഹയോടും മനുഷ്യരോടും ചെയ്ത നിയമമാണ്. ഇനി ഒരു കാലത്തും മഴ പെയ്ത് ഞാൻ ഈ ഭൂമിയെയും ഭൂമിയിലുള്ള ചരാചരങ്ങളെയും ജീവജന്തുക്കളെയും മനുഷ്യനെയും നശിപ്പിക്കില്ല എന്ന് ദൈവം വെച്ച നിയമത്തെ കാണിക്കാൻ വേണ്ടിയാണ് ആ വില്ലുള്ളത്. അപ്പോൾ ദൈവം മനുഷ്യനെ മനസ്സിലാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മനുഷ്യൻ്റെ തെറ്റുകുറ്റങ്ങളെ മനസ്സിലാക്കി അവൻ്റെ തെറ്റിൽ നിന്ന് അവനെ മാറ്റി അവനെ സ്നേഹിച്ചു കൊണ്ടുവരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഓരോ തവണ ഇനി നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ ഇവിടെയൊക്കെ നല്ല മഴ പെയ്ത് വെള്ളമൊക്കെ കയറി, മക്കളൊക്കെ വീടിനകത്തൊക്കെ ഇരുന്നു. അതിനേക്കാളുമൊക്കെ വലിയ 100 മടങ്ങ് വലിപ്പമുള്ള ഒരു വെള്ളപ്പൊക്കമാണ് നോഹയുടെ കാലത്ത് ഉണ്ടായത്. ആരും ആ പെട്ടകത്തിലുള്ളവരല്ലാണ്ട് വേറെ ആരും ജീവനോടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്കൊന്നും അങ്ങനത്തെ ഒരു ഇതും വെക്കാണ്ട് ദൈവം നമ്മളെ എത്ര അധികമായിട്ട് സ്നേഹിക്കുന്നു അല്ലേ? അപ്പോൾ ഓരോ തവണ ഇനി വില്ല് ആകാശത്ത് കാണുമ്പോൾ, മേഘത്തിൻ്റെ ഒപ്പം വില്ല് കാണുമ്പോൾ, മേഘത്തിൻ്റെ ഒപ്പം റെയിൻബോ കാണുമ്പോൾ മക്കൾ എന്താലോചിക്കണം? ദൈവം നോഹയോട് ചെയ്ത ആ നിയമമാണ്. ഏത് നിയമം? ഇനി മനുഷ്യനെയും ഈ ഭൂമിയിലുള്ള ജീവജന്തുക്കളെയും ഒരു കാലത്തും ദൈവം നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ അതാണ് ഈ വില്ല് എന്നുള്ളത് മക്കൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ പിന്നീട് ഇവർ ഒരുമിച്ച് എല്ലാവരും ജീവിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് പിന്നീടുള്ള തലമുറകൾ, പിന്നീടുള്ള മനുഷ്യരെല്ലാം ഈ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് വന്ന ആൾക്കാരുടെ തുടർച്ചയായിട്ട് വന്നവരാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കഥയുമായിട്ട് വീണ്ടും അടുത്ത ദിവസം വരാം. സോ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.